അതിനിടയിൽ കേരള കോൺഗ്രസിൻ്റെ സുന്നഹദോസ് ചേർന്ന് കേട്ടോ, സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നാണ് പറയുക. ജോയി എബ്രഹാം സാർ വരുന്നുണ്ട്. അതല്ല അവരോട് ചോദിക്കുക. ചോദിച്ചോന്നേ അവരിപ്പോ വരും, ഞങ്ങൾ തൊട്ട് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? മാണിസാറും ജോസ്മോനുമല്ലാതെ ആ പാർട്ടിയിൽ ആരും ഒന്നും പറയില്ല എന്ന് മനസ്സിലായില്ലേ? ഞാൻ ഓർക്കുന്നു, നമ്മുടെ UDF ഗവൺമെന്റ് കാലത്ത് 800 ബാറുകൾ ഞങ്ങൾ അടച്ചുപൂട്ടുകയുണ്ടായി. ഇപ്പം മദ്യലഭ്യത കൂടി, കൂടുതൽ ബാറുകൾ വഴിയോരങ്ങളിലെല്ലാം ബാറുകൾ അനുവദിക്കുകയാണ്. വാസ്തവത്തിൽ തെറ്റായ ഒരു കാര്യമാണ്. എല്ലാം മദ്യം നിരോധിക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല, എല്ലാം അടച്ചുപൂട്ടണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഇങ്ങനെ വഴിയോരങ്ങൾ തോറും കൂടുതൽ ബാറുകൾ തുറക്കുകയും മദ്യലഭ്യത കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് അപകടകരമായിട്ടുള്ള കാര്യമാണ്. മദ്യലഭ്യത കുറയ്ക്കുക എന്നുള്ളത് ഒരു നയം ഈ ഗവൺമെന്റ് അനുവർത്തിക്കണം. ആ നയമായിരിക്കണം ഈ ഗവൺമെന്റ് നടപ്പിലാക്കേണ്ടത്. മദ്യത്തിന്റെ കാര്യത്തിലാണ് കേരളം ഭരിക്കുന്ന LDFന് ഉപദേശം. അവിടെ കൊണ്ട് തീർന്നില്ല. മാടുകൾ ഇറക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തോടുമുണ്ട് ചിലതൊക്കെ ഉപദേശിക്കാൻ. ഞങ്ങള് മുഖ്യമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഞങ്ങൾ ഇത് സംബന്ധിച്ചുള്ള നിവേദനങ്ങൾ നൽകുന്നതാണ്. പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ തീയതി ഞങ്ങൾ ചോദിക്കും. അതെ, കേരളത്തിൽ അദ്ദേഹം 17-ാം തീയതി വരുന്നു എന്നാണ് കേൾക്കുന്നത്. കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇന്റർവ്യൂ ചോദിക്കും, അഭ്യർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അനുവാദം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അനുവാദം കിട്ടിയാൽ ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണുന്നതാണ്. കേരളത്തിന്റെ വിഷയങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഇതല്ലാതെ രാഷ്ട്രീയമൊന്നും ആലോചിച്ചില്ലേ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ? ഇതൊക്കെയല്ലേ രാഷ്ട്രീയം എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ്. ഇത് മുഴുവൻ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന, ജനങ്ങളെ സംബന്ധിക്കുന്ന. അത് ശരി. പക്ഷേ സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കാനാണല്ലോ ചേർന്നത്. അത് പറഞ്ഞില്ല. അത് പറഞ്ഞല്ലോ. ഈ 30-ാം തീയതിക്കും ഈ 30-ാം തീയതിക്ക് മുമ്പ് വാർഡ് മണ്ഡലം തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കി അതിന്റെ ലിസ്റ്റ് പാർട്ടി ഓഫീസിൽ എത്തിക്കണം എന്നാണ് ഇന്നെടുത്ത തീരുമാനം. അതിനുശേഷം ജൂലൈ 15-നകം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പുകൾ ജൂലൈ 15-ന് മുമ്പ് പൂർത്തിയാക്കും. അത് കഴിഞ്ഞതിന് ശേഷം ജില്ലാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പിന്നീട് നിശ്ചയിക്കും. അങ്ങനെ പടിപടിയായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അവിടെ എത്തിയാൽ ബാക്കി കാര്യം ജോസ്മോനോടും കുട്ടിയമ്മയോടും ആലോചിച്ച് മാണിസാർ അങ്ങ് തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് വേണം മുന്നണി കാര്യം ആലോചിക്കാൻ. സംഘടനാ തെരഞ്ഞെടുപ്പും മുന്നണി പ്രവേശനവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ല. ഇന്നത്തെ യോഗത്തിൽ ഈ മുന്നണി പ്രവേശനം സംബന്ധിച്ച് ചർച്ച എന്തെങ്കിലും വന്നോ? അത് എത്ര പ്രാവശ്യം പറയണം? യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനം മുന്നണി കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എടുക്കുന്നതാണ്. മാറ്റമില്ല. എന്ന് വെച്ചാൽ ചരൽക്കുന്ന് തീരുമാനം പുനഃപരിശോധിക്കും എന്നാണോ? ചരൽക്കുന്ന് തീരുമാനം ഞങ്ങളുടെ എന്തായാലും പറയുന്നത് ചരൽക്കുന്ന് തീരുമാനം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും? ഇനി ഞങ്ങൾക്കൊരു വിധം ഞങ്ങൾ തീയിൽ കുരുത്ത ഒരു വെയിലത്ത് വാടുവോ? ഒറ്റയ്ക്ക് നിന്ന് ശക്തി പരീക്ഷിച്ചവരല്ലേ ഞങ്ങൾ? 65, 67, 70 എല്ലാം ഒറ്റയ്ക്ക് നിന്നവരല്ലേ? ഇപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു, സ്വതന്ത്രമായ നിലപാടെടുത്തിരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് വളരെ സുഖമാണ്. ഞങ്ങൾക്കിത് വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്കല്ല നല്ല സന്തോഷം, നല്ല ഉന്മേഷം. അപ്പൊ ഈ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് പോകാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് കൂട്ടാളികൾ ഇഷ്ടം പോലെയല്ലേ? ശക്തിയുള്ളവരുടെ ആയിട്ട് കൂട്ടുകൂടാൻ ധാരാളം ആളുകൾ വരികയല്ലേ? അതുകൊണ്ട് ഇപ്പോഴേ പരിതപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നോക്കിയിട്ട് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂട്ടാളികൾ ഇഷ്ടം പോലെ വരും.
അപ്പോൾ ആരെ വേണമെന്ന് ഞങ്ങൾക്ക് തെരഞ്ഞെടുത്താൽ മതി അന്നേരം. അതങ്ങനെയാണത്രേ. പല നാട്ടിലും അങ്ങനെയാണെന്നാണ് അറിയുന്നവർ പറയുന്നത്, മാണിസാറിനെ അറിയുന്നവർ. അല്ലാതെ അത് എല്ലാത്തിനും ഒരു റൈപ്പാവുന്ന അവസരമുണ്ടല്ലോ. ഒരു റൈപ്പാകുന്ന അവസരം അല്ല ഇപ്പോൾ. പഴുക്കുമ്പോൾ അറുക്കണം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഉള്ളൊരു സന്ദർഭം വരുമ്പോൾ വേണമെങ്കിൽ പിന്നെ മീഡിയേറ്റ് ചെയ്യാം, ചർച്ച ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ മുന്നണിക്കൊരാവശ്യം തോന്നുകയും കേരള കോൺഗ്രസിനൊരാവശ്യം തോന്നുകയൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും മനസ്സിലാവും. അങ്ങനെ ഒരു ചർച്ചയുടെ ഘട്ടത്തിൽ അത് ആലോചിക്കണം. UDF കേരളത്തിൽ, UPA ദില്ലിയിൽ, രണ്ടിടത്തും തക്ക സമയത്ത് മധ്യസ്ഥം വഹിക്കാൻ ഈ ഒരൊറ്റ ആളേ ഉള്ളൂ എന്നതാണ് പൊളിമിക്സിന് സങ്കടം. അതിനാൽ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല, നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.